നമസ്കാരം. ഓം 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 കുജനം രമരാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാൽമീകികോകിലം. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതേ നമഃ. മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ടം പദാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശരണം പ്രപദ്യേ. ശ്രീമദ് വാൽമീകി രാമായണം ആരണ്യകാണ്ഡം സർഗം 19. വിരൂപയായ ശൂർപ്പണഖ സഹോദരനായ ഖരനോട് ചെന്ന് സങ്കടം ഉണർത്തിക്കുന്നു. തന്നെ ആരാണ് ഈ അവസ്ഥയിൽ വിരൂപയാക്കിയതെന്ന് ഖരനെ അറിയിക്കുന്നു. അപ്പോൾ ഖരൻ അതിശയപ്പെടുകയാണ്, ആർക്കായിരിക്കും ഈ കർമ്മം ചെയ്യാൻ ധൈര്യം ഉണ്ടായതെന്ന്. ഞാനിങ്ങനെ ജീവിച്ചിരിക്കെ എൻ്റെ സഹോദരിയെ ഇങ്ങനെ വിരൂപയാക്കാൻ ആർക്കാണ് ധൈര്യമുണ്ടായത്? ഞാൻ അവനെ ഇപ്പോൾ തന്നെ എൻ്റെ ബാണം കൊണ്ട് കൊല്ലുന്നുണ്ട് എന്ന് വീമ്പടിക്കുന്നു. ആരാണിങ്ങനെ ചെയ്തത് എന്ന് ശൂർപ്പണഖയോട് ഖരൻ ചോദിക്കുമ്പോൾ വളരെ ചെറുപ്പക്കാരും സുന്ദരന്മാരും അതുപോലെ താമര ഇതളിൻ്റെ ഭംഗിയോടുകൂടിയ കണ്ണുകളുള്ളവരുമായ മഹാബലവാന്മാരായ 2 സഹോദരന്മാരാണ് ഇങ്ങനെ ചെയ്തത് എന്ന് അറിയിക്കുന്നു. അവർ ദശരഥപുത്രന്മാരായ രാമലക്ഷ്മണന്മാരാണെന്നും സഹോദരനോട് പറയുന്നു. അവരെ കണ്ടാൽ അവരാരാണ്, ദേവന്മാരാണോ മനുഷ്യരാണോ ക്ഷത്രിയരാണോ എന്നൊന്നും നിശ്ചയിക്കാൻ നമുക്ക് കഴിയുകയില്ല. അത്രമാത്രം തേജസ്സുറ്റവരാണ് 2 പേരും. അവരുടെ മധ്യത്തിൽ വളരെ ചെറുപ്പക്കാരിയും സുന്ദരിയും സർവാഭരണ വിഭൂഷിതയുമായ ഒരു സ്ത്രീയും ഉണ്ട്. ആ 2 പേരും എന്നെ ഈ അവസ്ഥയിലാക്കിയെന്ന് ശൂർപ്പണഖ ഖരനെ അറിയിക്കുന്നു. അതുകൊണ്ട് അവരുടെ 3 പേരുടെയും രക്തം എനിക്ക് കുടിച്ചാൽ തൃപ്തിയാകൂ എന്നും അറിയിക്കുന്നു. ശ്ലോകം 21 സർഗം 19. ഇതി തസ്യാം ബ്രുവാണായാം ചതുർദശ മഹാബലാൻ വ്യാധിദേശ ഖരക്രുദ്ധോ രാക്ഷസാനന്ദകോപമാൻ. ഇങ്ങനെ അവൾ പറഞ്ഞപ്പോൾ ക്രുദ്ധനായ ഖരൻ കാലനെപ്പോലുള്ള 14 മഹാബലവാന്മാരോട് ഇപ്രകാരം നിർദ്ദേശിച്ച് അവരെ പറഞ്ഞയച്ചു. ശ്ലോകം 22. മാനുഷൗ ശസ്ത്രസമ്പന്നൗ ക്ഷീരകൃഷ്ണാജിനാംബരൗ പ്രവിഷ്ടൗ ദണ്ഡകാരണ്യം ഘോരം പ്രമദയാ സഹ. ആയുധധാരികളായി ക്ഷീരവും കൃഷ്ണാജിനവും ധരിച്ചവരായി 2 മനുഷ്യർ ഘോരമായ ദണ്ഡകാരണ്യത്തിൽ എത്തിയിരിക്കുന്നു, ഒരു സ്ത്രീയോടുകൂടി. ശ്ലോകം 23. തൗ ഹത്വാതാം ച ദുർവൃത്താം ഉപാവർത്തിതുമർഹഥ ഇയം ച ഭഗിനീ തേഷാം രുധിരം മമ പാസ്യതി. അവരെ 2 പേരെയും ആ ദുഷ്ടയെയും നിങ്ങൾ നിഹനിച്ചു വരിക. എൻ്റെ ഭഗിനിക്ക് അവരുടെ രുധിരം കുടിക്കണം. ശ്ലോകം 24. മനോരഥോയമിഷ്ടോസ്യ ഭഗിന്യാ മമ രാക്ഷസാഃ ശീഘ്രം സമ്പാദ്യതാം ഗത്വാ തൗ പ്രമഥ്യ സ്വതേജസാം. രാക്ഷസരെ, എൻ്റെ ഈ ഭഗിനിയുടെ ആഗ്രഹം വേഗത്തിൽ നിങ്ങൾ പോയി നിറവേറ്റുക. നിങ്ങളുടെ ഊക്കുകൊണ്ട് അവരെ കൊന്നിട്ട് നിങ്ങൾ വരിക. ശ്ലോകം 25. യുഷ്മാഭിർനിഹതൗ ദൃഷ്ട്വാ
താവുഭൗ ഭ്രാതരൗ രണേ ഇയം പ്രഹൃഷ്ടാമുദിത രുധിരം യുധിപാസ്യതി. ശ്ലോകം 25 അർത്ഥം: നിങ്ങൾ അവരെ ആ 2 ഭ്രാതാക്കളെ നിഗ്രഹിച്ചത് കണ്ടിട്ട് ഇവൾ സന്തുഷ്ടിയോടെ അവരുടെ രുധിരം യുദ്ധക്കളത്തിൽ വെച്ച് പാനം ചെയ്യും. ശ്ലോകം 26. ഇതി പ്രസിതമാദിഷ്ട രാക്ഷസാസ്തേ ചതുർദശ തത്ര ജഗ്നുസ്തയാ സാർത്ഥം ഘനാവാതേരിതായിവ. ഇപ്രകാരം ആജ്ഞാപിക്കപ്പെട്ട അവർ ആ 14 പേർ കാറ്റടിച്ച മേഘങ്ങളെപ്പോലെ അവളോടുകൂടി ആ ദിക്കിലേക്ക് പോയി. ശ്ലോകം 27. തതസ്തുതേതം സമുദ്രഗ്രതേജസം തഥാ സുതീഷ്ണപ്രദരാക്ഷരാക്ഷസാഃ ദുരാസദം ദർശയിതും നശാകൻ വനദ്രുവാദീപ്തം ഇവാഗ്നിമുത്ഥതം. ശ്ലോകം 27 19-ാം സർഗത്തിലെ അവസാനത്തെ ശ്ലോകമാണ്. തീക്ഷ്ണങ്ങളായ ആയുധങ്ങളോട് കൂടിയവരായ രാക്ഷസന്മാർ അടുക്കാൻ കഴിയാത്ത വിധം ഉഗ്ര തേജസ്വിയായ രാമനെ ദർശനം ചെയ്യാൻ ശക്തരായില്ല. കാട്ടിലെ ആനകൾ ഉദ്ധതവും ദീപ്തവുമായ കാട്ടുതീനെ എന്ന പോലെ. ലോകാ സമസ്ത സുഖിനോ ഭവന്തു.